ഹലോ ഗൈസ്, അപ്പോൾ നമ്മൾ ഇന്ന് വന്നിട്ടുള്ളതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ സുവോളജി റെക്കോർഡിൻ്റെ ലാസ്റ്റ് എക്സ്പെരിമെൻറ്റ്സ് ഒക്കെ എഴുതുന്ന പോർഷൻസ് എഴുതുന്നതിനെ പറ്റിയിട്ടൊരു കമൻറ്റ് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മുടെ സ്കൂളിൽ അത് വെക്കുന്ന ടൈം ആയതുകൊണ്ട് ഞാനത് എഴുതിയിട്ടുണ്ട്. അതിൻ്റെ വീഡിയോ ആണ് നമ്മൾ ഇന്ന് ചെയ്യുന്നുള്ളത്. അപ്പം ഫസ്റ്റ് തന്നെ നമ്മൾ എഴുതാനുള്ള പോർഷൻസ് എല്ലാം എഴുതി കംപ്ലീറ്റ് ചെയ്തതിന് ശേഷമാണ് പടം വരയ്ക്കാനായിട്ട് പോയിട്ടുണ്ടായിരുന്നത്. ഞാൻ ഇതിൽ എഴുതുന്നുള്ളതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സ്കൂളിൽ നിന്ന് ടീച്ചറായിട്ട് പറഞ്ഞു തന്ന കുറച്ച് സംഭവങ്ങളുണ്ട്. ഇത്ര എഴുതിയാൽ മതി എന്ന് പറഞ്ഞിട്ട് പറഞ്ഞു തന്ന സംഭവങ്ങളുണ്ട്. പിന്നെ എൻ്റെ കയ്യിൽ ഒരു ലാബ് മാനുവൽ ഞാൻ നേരത്തെ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതും ഇതും കൂടെ കമ്പൈൻ ചെയ്ത് ഞാൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ ടീച്ചർ പറഞ്ഞത് മാത്രം എഴുതാതെ അതും ഇതും കൂടെ കമ്പൈൻ ചെയ്തിട്ടാണ് ഞാൻ ഇതിനകത്ത് കുറച്ചൊക്കെ എഴുതിയിട്ടുള്ളത്. ചിലതൊക്കെ അതുപോലെ ടീച്ചർ തന്നത് തന്നെ അതുപോലെ എഴുതിയിട്ടുള്ളത്. ചിലതിനകത്തൊക്കെ ചെറിയ ഡിഫറൻസ് ഞാൻ മാനുവൽ നോക്കി മാറ്റിയിട്ടൊക്കെയാണ് ഇതിൽ എഴുതിയിട്ടുള്ളത്. ഫസ്റ്റ് നമ്മൾ വരയ്ക്കുന്നുള്ളത് സ്ക്വാമസ് എപ്പിത്തീലിയത്തിൻ്റെ ആണ്. അപ്പം അതിനകത്താണെന്നുണ്ടെങ്കിൽ നമ്മൾ എയിമും മെറ്റീരിയൽസ് റിക്വയർഡും പ്രൊസീജിയറും കാര്യങ്ങളും ഒക്കെയാണ് എഴുതുന്നുള്ളത്. ഇതൊക്കെ ഞാൻ കറക്റ്റ് ടീച്ചർ ആ ഒരു തന്നത് നോക്കിയിട്ട് തന്നെയാണ് ഇവിടെയൊക്കെ മിക്കതും എഴുതിയിട്ടുള്ളത്. ഇതിനകത്ത് വേറെ മാറ്റങ്ങളൊന്നും ഞാൻ വരുത്തിയിട്ടില്ല. പിന്നെ ഞാനാണെന്നുണ്ടെങ്കിൽ ഇടയ്ക്ക് പോസ് ചെയ്യുന്നുണ്ട്, ഒരു 3 സെക്കൻഡത്തേക്ക് പോസ് ചെയ്യുന്നുണ്ട്. അത് നിങ്ങൾക്ക് ഈ ഒരു വീഡിയോയുടെ കൂടെ നോക്കി എഴുതുന്നുണ്ടെങ്കിൽ നിങ്ങൾ ആ ടൈമിൽ പോസ് ചെയ്തതിന് ശേഷം നിങ്ങൾക്ക് നോക്കി എഴുതാൻ വേണ്ടിയിട്ടാണ് ഞാനങ്ങനെ പോസ് ആക്കിയിട്ടുള്ളത്. അപ്പോൾ വീഡിയോ നിങ്ങൾ 2x ഇട്ടേക്കുവാണെന്നുണ്ടെങ്കിൽ ആ ഒരു ഇടയ്ക്കൊരു പോസ് എടുത്തത് മനസ്സിലാവത്തില്ല, കാരണം പെട്ടെന്ന് അതങ്ങ് പോവും. അപ്പോൾ പിന്നെ നിങ്ങളാണെന്നുണ്ടെങ്കിൽ 2x ഇടാതെ നോർമൽ സ്പീഡിൽ തന്നെ ഇട്ടിട്ട് നിങ്ങൾ അതൊന്ന് നോക്കി പോസ് ചെയ്ത് നിങ്ങൾക്ക് സ്ക്രീൻഷോട്ട് എടുക്കുന്നെങ്കിൽ സ്ക്രീൻഷോട്ട്, അല്ലെങ്കിൽ വീഡിയോ നോക്കി എഴുതുവാണെങ്കിൽ അങ്ങനെ എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നോക്കി എഴുതാവുന്നതാണ്. നെക്സ്റ്റ് നമ്മൾ ഹ്യൂമൻ ബ്ലഡിൻ്റെ ആ ഒരു എക്സ്പെരിമെൻ്റ് ആണ് എഴുതി കൊടുക്കുന്നുള്ളത്. അപ്പോൾ ഫസ്റ്റ് നമ്മൾ അതിൻ്റെ ഒരു മെയിൻ ഹെഡിങ് പോലെ നമ്മൾ എഴുതി കൊടുക്കുന്നുണ്ട്. എന്നിട്ട് പിന്നെ നമ്മൾ എയിമും മെറ്റീരിയൽസ് റിക്വയർഡും പ്രൊസീജിയറും ആണ് അതിനകത്ത് എഴുതി കൊടുക്കുന്നുള്ളത്. ഹ്യൂമൻ ബ്ലഡ് എഴുതാൻ എടുത്തപ്പോൾ തൊട്ടാണ് ഞാൻ മാനുവലും കൂടെ കമ്പയർ ചെയ്ത് വെച്ച് നോക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ മാനുവലിൽ ഇതിനകത്ത് ഏകദേശം സെയിം സെൻറ്റൻസ് തന്നെയാണ്, ചെറിയ വ്യത്യാസങ്ങളേ ഉള്ളൂ. അപ്പോൾ ഞാൻ മാനുവൽ നോക്കിയിട്ട് ആ ചെറിയ വ്യത്യാസങ്ങൾ ചിലതൊക്കെ ഇതിനകത്ത് തിരുത്തിയിട്ടുണ്ട്. അങ്ങനെയാണ് ഞാനിത് എഴുതിയിട്ടുള്ളത്. അപ്പോൾ ഇതും ഞാനിവിടെ പോസ് ചെയ്ത് കൊടുക്കുന്നുണ്ട് നിങ്ങൾക്ക് എഴുതാൻ വേണ്ടിയിട്ട്. അല്ലെങ്കിൽ നിങ്ങൾക്ക് കാണുന്നില്ല എന്നുണ്ടെങ്കിൽ ഞാനിവിടെ അതിൻ്റെ ഒരു പിക്ചർ ഞാനിവിടെ ഡിസ്പ്ലേ ചെയ്യുന്നതായിരിക്കും, ഈ വീഡിയോയിൽ തന്നെ ചെയ്യുന്നതായിരിക്കും. അതിനുശേഷം പിന്നെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഹ്യൂമൻ ബ്ലഡ് എഴുതുമ്പോൾ നിങ്ങൾ മാക്സിമം 2 പേജിലായിട്ട് തന്നെ എഴുതാനായിട്ട് നോക്കണം. കാരണം അങ്ങനെ എഴുതുവാണെന്നുണ്ടെങ്കിൽ ഹ്യൂമൻ ബ്ലഡിൻ്റെ വൈറ്റ് പേജസിൽ നമുക്കൊരു ബോക്സ് വരുന്നുണ്ട്. അപ്പോൾ ആ ബോക്സ് വരയ്ക്കുമ്പം ഒരു പേജിൽ തന്നെ നിൽക്കണമെന്നില്ല, ചിലപ്പം രണ്ടാമത്തെ പേജ് ഇച്ചിരിയെങ്കിലും വരുമായിരിക്കും. അപ്പോൾ അങ്ങനെ വരുമ്പോൾ നമുക്കത് കറക്റ്റായിട്ട് എഴുതണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ 2 പേജിലായിട്ട് അത് എഴുതാനായിട്ട് ശ്രദ്ധിക്കണം. നെക്സ്റ്റ് നമ്മൾ എഴുതി കൊടുത്തിട്ടുണ്ടായിരുന്നത് ടെസ്റ്റ് ഫോർ ഗ്ലൂക്കോസ് ആണ്. അപ്പോൾ ഇവിടെയും നമുക്ക് എഴുതാനും പിന്നെ വൈറ്റ് പേജസിൽ ഒരു ബോക്സും ആണ് വരയ്ക്കാനായിട്ടുണ്ടായിരുന്നത്. ആദ്യം നമ്മൾ ആ ഒരു എക്സ്പെരിമെൻറ്റിൻ്റെ മെറ്റീരിയൽസ് റിക്കോർഡും കാര്യങ്ങളൊക്കെ എല്ലാം പ്രൊസീജിയറും കാര്യങ്ങളും എല്ലാം എഴുതി അതിനുശേഷം അതിൻ്റെ റിസൾട്ട് എഴുതിയതിന് ശേഷമാണ് നമ്മൾ നെക്സ്റ്റ് അതിൻ്റെ ആ ഒരു ബോക്സ് വരയ്ക്കാനായിട്ട് പോയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ബോക്സ് എന്ന് പറയുമ്പോൾ ചെറിയൊരു ബോക്സാണ്, ആ ഒരു എക്സ്പെരിമെൻറ്റിൻ്റെ ഒബ്സർവേഷൻ, ഇൻഫറൻസ്, അതിൻ്റെ ഒരു പ്രൊസീജിയർ അങ്ങനെ വരുന്ന ഒരു ചെറിയ ബോക്സ്. അങ്ങനെ നമ്മുടെ ഗ്ലൂക്കോസിൻ്റെ ടെസ്റ്റിൻ്റെ ആ ഒരു ഒബ്സർവേഷൻ ഇൻഫറൻസിൻ്റെ ബോക്സ് വരച്ച് കഴിഞ്ഞതിന് ശേഷം ഞാനതിവിടെ ഡിസ്പ്ലേ ചെയ്ത് കൊടുക്കുന്നുണ്ട് നിങ്ങൾക്ക് നോക്കി പോസ് ചെയ്ത് വരയ്ക്കാൻ വേണ്ടിയിട്ട്. അതിനുശേഷം പിന്നെ നമ്മൾ നെക്സ്റ്റ് വരയ്ക്കാനായിട്ട് പോയിട്ടുണ്ടായിരുന്നത് ടെസ്റ്റ് ഫോർ സ്റ്റാർച്ച് ആണ്. അപ്പോൾ ഇതിനും നോർമലി എഴുതുന്ന പോലെ എയിം, മെറ്റീരിയൽസ് റിക്വയർഡ്, പ്രിൻസിപ്പിൾ, പിന്നെ അതിൻ്റെ റിസൾട്ട് കാര്യങ്ങളെല്ലാം നമ്മൾ എഴുതി കൊടുക്കുന്നുണ്ട്. അതിനുശേഷം ഇതിനും നമുക്ക് വൈറ്റ് പേജസിൽ വന്നിട്ട് ബോക്സ് വരുന്നുണ്ടായിരുന്നു. സെയിം നേരത്തെ അതേ ടൈപ്പ് ഒരു ബോക്സ് തന്നെയാണ് ഇവിടെയും വരുന്നുള്ളത്. അപ്പോഴേ ഇതിനകത്തെല്ലാം ഇപ്പം നിങ്ങൾക്ക് ചിലപ്പോൾ ഡൗട്ട് കാണും, കാരണം ചില സ്കൂളിലൊക്കെ 2 ബോക്സൊക്കെ ഒരു പേജിലൊക്കെ വരുന്നുണ്ട്. അപ്പോൾ ഇവിടെ ഞങ്ങളോട് ഒരു ബോക്സ് മതി എന്ന് പറഞ്ഞതുകൊണ്ട് പിന്നെ ഞാൻ 2 ബോക്സായിട്ട് വരച്ച് വെറുതെ സമയം കളയേണ്ടെന്ന് വെച്ചില്ല. അതുകൊണ്ട് ഒരു ബോക്സ് മാത്രമേ ഞാൻ വരയ്ക്കുന്നുള്ളൂ. മാനുവലിലൊക്കെ ഞാൻ ചിലതിന് 2 ബോക്സൊക്കെ കണ്ടിട്ടുണ്ടായിരുന്നു. പിന്നെ നമുക്ക് ഉണ്ടായിരുന്നത് ടെസ്റ്റ് ഫോർ പ്രോട്ടീൻ ആയിരുന്നു. അപ്പോൾ ടെസ്റ്റ് ഫോർ പ്രോട്ടീനും സെയിം അതേ ഒരു സ്റ്റെപ്പ് തന്നെയാണ് വരുന്നുള്ളത്. എയിം, മെറ്റീരിയൽസ് റിക്വയർഡ്, പ്രിൻസിപ്പിൾ, റിസൾട്ട്. അപ്പോൾ അതും ഞാനിവിടെ എഴുതിയതിന് ശേഷം നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഡിസ്പ്ലേ ചെയ്ത് കൊടുക്കുന്നുണ്ട്. അതിനുശേഷം ഇവിടെയും നമുക്ക് വേറൊരു ബോക്സ് വരുന്നുണ്ടായിരുന്നു. അപ്പോൾ ആ ബോക്സിനകത്തും കുറച്ച് കാര്യങ്ങളൊക്കെ തന്നെ വരുന്ന ഒരു ചെറിയൊരു ബോക്സ് മാത്രമേ ഇവിടെ ഉള്ളായിരുന്നു. അപ്പോൾ ഇതെല്ലാം കറക്റ്റ് സ്കൂളിൽ നിന്ന് പറഞ്ഞത് തന്നെയാണ് ഞാൻ അതുപോലെ എഴുതിയേക്കുന്നത്. പിന്നെ ആ ഒരു ബോക്സിൽ തന്നെ ചില പോർഷൻസിലെ മാത്രം സെൻറ്റൻസിലൊക്കെ എന്തെങ്കിലും ഡിഫറൻസ് ഉണ്ടെന്നുണ്ടെങ്കിൽ ഞാൻ അത് മാനുവലി നോക്കിയിട്ട് തിരുത്തും എന്നല്ലാതെ വേറെ വ്യത്യാസങ്ങളൊന്നും ഞാൻ അതിൽ വലുതായിട്ട് വരുത്തിയിട്ടില്ല. നെക്സ്റ്റ് പിന്നെ നമ്മൾ എഴുതി കൊടുത്തിട്ടുണ്ടായിരുന്നത് കോമൺ ഹ്യൂമൻ ഡിസീസസ് ആയിരുന്നു. അപ്പോൾ കോമൺ ഹ്യൂമൻ ഡിസീസസിൽ നമുക്ക് ഫസ്റ്റ് വരുന്നുണ്ടായിരുന്നത് ആസ്കാരിയോസിസ് ആണ്. അപ്പോൾ ആസ്കാരിയോസിസിൽ ഫസ്റ്റ് നമ്മൾ ഈ ഒരു നെയിം ഓഫ് പാത്തജൻ, നെയിം ഓഫ് ദ ഡിസീസ് എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ബോക്സുകളാണ് നമുക്ക് കൂടുതലും ഉള്ളത്. ബോക്സ് എല്ലാം നമുക്ക് എഴുതാനാണ് കൂടുതലായിട്ടും ഉള്ളത്. അപ്പം അതൊക്കെയാണ് നമ്മൾ ഫസ്റ്റ് അതിൽ എഴുതി കൊടുത്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഞാനതിവിടെ ഡിസ്പ്ലേ ചെയ്ത് കൊടുക്കുന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് നമുക്ക് സെക്കൻഡ് എഴുതാനായിട്ടുണ്ടായിരുന്ന അമീബിയാസിസ് ആണ്. അമീബിയാസിസിലും നമുക്ക് നേരത്തെ പോലെ തന്നെ സെയിം ആയിട്ട് നെയിം ഓഫ് പാത്തജൻ, പ്രിവെൻഷൻ, ട്രാൻസ്മിഷൻ അങ്ങനെ ഓരോ സംഭവങ്ങളൊക്കെ തന്നെയാണ് വരുന്നുണ്ടായിരുന്നത്. അപ്പോൾ അതെല്ലാത്തിൻ്റെതും ഞാൻ എഴുതി കഴിഞ്ഞതിന് ശേഷമുള്ളത് ഞാനിവിടെ പോസ് ചെയ്ത് ഡിസ്പ്ലേ ചെയ്ത് നിങ്ങൾക്ക് കൊടുക്കുന്നുണ്ട്. അപ്പോൾ അത് കഴിഞ്ഞിട്ട് നമ്മൾ മൂന്നാമത് എഴുതിയിട്ടുണ്ടായിരുന്നത് മലേറിയ ആയിരുന്നു. അപ്പോൾ മലേറിയയ്ക്ക് കുറച്ച് ഇച്ചിരി തോനെ ഉണ്ടായിരുന്നു, പ്രിവെൻഷൻ എന്നൊക്കെ പറഞ്ഞിട്ട് കുറച്ചുകൂടെ ഉണ്ടായിരുന്നു. അപ്പോൾ മലേറിയ നമ്മൾ എഴുതി കഴിഞ്ഞതിന് ശേഷം നെക്സ്റ്റ് നമ്മൾ എഴുതിയത് ഫംഗൽ ഡിസീസസ് ആയിരുന്നു. അപ്പം റിംഗ് വേം എന്നൊക്കെ പറഞ്ഞ് എടുത്ത് എഴുതാൻ വേണ്ടിയിട്ട് പറഞ്ഞിട്ടില്ലായിരുന്നു. അപ്പോൾ ചില സ്കൂളിലൊക്കെ റിംഗ് വേം തന്നെ എഴുതാൻ വേണ്ടി പറയും, പക്ഷേ ഞങ്ങളോട് അങ്ങനെ എടുത്ത് എഴുതാൻ പറഞ്ഞില്ല. ഫംഗൽ ഡിസീസ് എന്ന് കൊടുത്തിട്ട് ഇതുപോലെ എഴുതാൻ വേണ്ടിയിട്ടാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അങ്ങനെ ഫംഗൽ ഡിസീസിൻ്റെതും നമ്മൾ അത്രയും എഴുതി കൊടുത്തതിന് ശേഷം പിന്നെ നമുക്ക് നെക്സ്റ്റ് വരുന്നുണ്ടായിരുന്നെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സ്റ്റഡി ഓഫ് ഹോമലോഗസ് ഓർഗൻസും അനലോഗസ് ഓർഗൻസും ആയിരുന്നു. അപ്പോൾ സ്റ്റഡി ഓഫ് ഹോമലോഗസ് ഓർഗൻസിൽ നമുക്ക് ഫസ്റ്റ് ഹോമലോഗസ് ഓർഗൻസ് എന്താണെന്നുള്ളത് എഴുതി കൊടുക്കാനുണ്ടായിരുന്നു. അപ്പോൾ അതും എഴുതി അതിൻ്റെ എക്സാമ്പിൾ എഴുതിയതിന് ശേഷം
പിന്നെ നെക്സ്റ്റ് വരുന്നുണ്ടായിരുന്നത് അനലോഗസ് ഓർഗൻസ് ആണ്. അപ്പോൾ അനലോഗസ് ഓർഗൻസ് ഹെഡിങ് കൊടുത്ത് അതിനെക്കുറിച്ച് എഴുതി അതിൻ്റെ എക്സാമ്പിൾ എഴുതി കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇത്ര എഴുതിയതോടുകൂടി നമ്മൾ റെക്കോർഡ് കംപ്ലീറ്റ് ചെയ്യുന്ന എഴുതുന്നതിൻ്റെ പോർഷൻ്റെ ഫസ്റ്റ് പാർട്ട് നമ്മളവിടെ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ എഴുതുന്ന പോർഷനെല്ലാം കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് ഒരു ദിവസം കൂടെ കഴിഞ്ഞിട്ട് ഉള്ള ദിവസമാണ് നമ്മൾ വരയ്ക്കാനായിട്ട് ഇരുന്നിട്ടുണ്ടായിരുന്നത്. അതായത് നമ്മൾ വരച്ച് കംപ്ലീറ്റ് ചെയ്യുന്ന പരിപാടിയിലേക്ക് കടന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമുക്ക് ഫസ്റ്റ് വരയ്ക്കാനായിട്ടുണ്ടായിരുന്നത് ചീക്സലിൻ്റെ ആണ്. അപ്പോൾ ഞാനത് സ്കൂളിൽ ഇരുന്ന് ടൈം കിട്ടിയപ്പോൾ ഞാൻ സ്കൂളിൽ ഇരുന്ന് തന്നെ അത് വരച്ചു. അത് ഞാനിവിടെ കാണിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ നമ്മൾ ഫസ്റ്റ് സ്റ്റാർട്ട് ചെയ്ത പടം എന്ന് പറയുന്നത് ഹ്യൂമൻ ബ്ലഡിൻ്റെ അവിടെ നമുക്കൊരു ബോക്സ് വരുന്നുണ്ടായിരുന്നു. അവിടെ ബോക്സ് എന്ന് പറയുന്നത് ഓരോ നമ്മൾ ഒബ്സർവ് ചെയ്ത ഓരോ സെൽസും അതിൻ്റെ ഫീച്ചേഴ്സും വെച്ചിട്ടുള്ള ബ്ലഡ് സെൽസ് അതിൻ്റെ ഫീച്ചേഴ്സും വെച്ചിട്ടുള്ള സംഭവങ്ങളാണ് ആ ഒരു ബോക്സിൽ വരുന്നുണ്ടായിരുന്നത്. അപ്പോൾ ആ ഓരോ ബോക്സ് ആയിട്ട് നമ്മൾ കംപ്ലീറ്റ് ചെയ്ത് കൊടുക്കുന്നതായിരുന്നു. അപ്പോൾ ആദ്യത്തെ ഒരു വൈറ്റിൻ്റെ ആദ്യത്തെ ഒരു പേജിൽ ഞാൻ ഫസ്റ്റ് ആ ബോക്സിൻ്റെ കുറച്ച് ഭാഗം എഴുതിയത് ഞാനിവിടെ ഡിസ്പ്ലേ ചെയ്യുന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് നെക്സ്റ്റ് വൈറ്റ് പേജിലാണ് ഞാൻ അതിൻ്റെ ബാലൻസ് വരച്ചത്. അതുകൊണ്ടാണ് ഞാൻ നിങ്ങളോട് പറഞ്ഞത് 2 പേജിലായിട്ട് എഴുതി കഴിഞ്ഞാൽ നിങ്ങൾക്ക് കറക്റ്റായിട്ട് സ്ഥലം തികയുമെന്നുള്ളത്. ഇപ്പോൾ ഹ്യൂമൻ ബ്ലഡിൻ്റെ അടുത്ത് ആ ഒരു ബോക്സ് നമ്മൾ കംപ്ലീറ്റ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ അതും കംപ്ലീറ്റ് ചെയ്ത് കൊടുത്തതിന് ശേഷം അതിൻ്റെ ലാസ്റ്റ് നമ്മൾ വരച്ച് നിർത്തുന്നതിൻ്റെ ആ പോർഷൻ്റെ എഴുതുന്ന ഭാഗത്തുള്ളതിൻ്റെയും ഫോട്ടോ ഞാനിവിടെ കൊടുക്കുന്നുണ്ട്. അപ്പോൾ അതെല്ലാം കഴിഞ്ഞതിന് ശേഷം നമുക്ക് നെക്സ്റ്റ് വരയ്ക്കാനായിട്ടുണ്ടായിരുന്നത് കോമൺ ഹ്യൂമൻ ഡിസീസസിലെ ആസ്കാരിസ് എന്ന് പറയുന്ന ആ ഒരു ഡിസീസസിൻ്റെ ആസ്കാരിസ് ലിംബ്രിക്കോയിഡ്സിൻ്റെ പടമാണ് നമുക്ക് വരയ്ക്കാനായിട്ടുണ്ടായിരുന്നത്. മാനുവലിൽ അതിൻ്റെ ഫീമെയിലിൻ്റെയും മെയിലിൻ്റെയും പടം കൊടുത്തിട്ടുണ്ട്. 2 പടവും നമുക്ക് വരച്ച് അടയാളപ്പെടുത്താനായിട്ടുണ്ടായിരുന്നു. അപ്പോൾ വരച്ചതിന് ശേഷമുള്ള പിക്ക് ഞാനിവിടെ കൊടുക്കുന്നുണ്ട്. നെക്സ്റ്റ് നമ്മൾ അതിൽ തന്നെ വരുന്ന അമീബിയാസിസിലെ അമീബ ഹിസ്റ്റോലിറ്റിക്കയുടെ പടമാണ് നമുക്ക് വരയ്ക്കാനായിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അത് അത്യാവശ്യം എളുപ്പമുള്ളൊരു പടം ആയതുകൊണ്ട് തന്നെ നമ്മൾ പെട്ടെന്ന് വരച്ച് കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. അതിനകത്തും വരച്ച് ജസ്റ്റ് ഒന്ന് അടയാളപ്പെടുത്താൻ വേണ്ടിയിട്ടുള്ളായിരുന്നു. അപ്പോൾ അത് കഴിഞ്ഞപ്പോഴാണ് ഞാൻ ഓർത്തത് ഇതിൻ്റെ എല്ലാം പേര് നമ്മൾ എഴുതിയില്ലല്ലോ എന്ന്. അപ്പോൾ ഞാൻ എല്ലാത്തിൻ്റെയും മണ്ടയിൽ ഹെഡിങ് പോലെ അതിൻ്റെ ഓരോന്നിൻ്റെ പേര് എഴുതി കൊടുത്തിട്ടുണ്ടായിരുന്നു. അതിനുശേഷം നമ്മൾ നെക്സ്റ്റ് വരയ്ക്കാനായിട്ട് പോയത് നമ്മുടെ മലേറിയയിലെ പ്ലാസ്മോഡിയത്തിൻ്റെ പടമാണ്. ഇതിൻ്റെ പടത്തിൽ വരച്ചിട്ട് കുറച്ച് അധികം അടയാളപ്പെടുത്താനൊക്കെ ആയിട്ടുണ്ടായിരുന്നു. അപ്പം ഇതിൻ്റെ പടം അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു പടം തന്നെയായിരുന്നു. അപ്പോൾ നമ്മളതെല്ലാം വരച്ച് വൃത്തിക്ക് അടയാളപ്പെടുത്തിയതിനൊക്കെ ശേഷം നമുക്ക് നെക്സ്റ്റ് പിന്നെ പോകുന്നുണ്ടായിരുന്നത് ഹോമലോഗസ് ഓർഗൻസിൻ്റെയും അനലോഗസ് ഓർഗൻസിൻ്റെയും ആ ഒരു പിക്ചർ വരയ്ക്കാൻ വേണ്ടിയിട്ടായിരുന്നു. അപ്പോൾ ഫസ്റ്റ് നമ്മൾ ഹോമലോഗസ് ഓർഗൻസ് എന്ന് പറഞ്ഞിട്ട് ഒരു ഹെഡിങ് കൊടുത്തിട്ടുണ്ടായിരുന്നു. ആ ഹെഡിങ്ങിൻ്റെ താഴെ നമ്മൾ ചീറ്റ, ബാറ്റ്, വെയിൽ, അതിൻ്റെയൊക്കെ നമ്മൾ ആ ഒരു ഹോമലോഗസ് ഓർഗൻ നമ്മളിങ്ങനെ വരച്ച് കൊടുക്കുന്നുണ്ടായിരുന്നു. ആ സെയിം പേജിൽ തന്നെ അനലോഗസ് ഓർഗൻസ് എന്ന് പറഞ്ഞിട്ട് ഒരു ഹെഡിങ് കൂടെ നമ്മൾ കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ താഴെയായിട്ട് തന്നെ ഹോമലോഗസ് ഓർഗൻസിൻ്റെ താഴെയായിട്ട് തന്നെയാണ് നമ്മൾ കൊടുത്തത്. എന്നിട്ട് അതിനുശേഷം നമുക്ക് ബേർഡിൻ്റെയും പിന്നെ ഇൻസെക്റ്റിൻ്റെയും വിങ്ങിൻ്റെ ആ ഒരു പിക്ചർ വരച്ച് അടയാളപ്പെടുത്താൻ വേണ്ടിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് രണ്ടും വരച്ച് അടയാളപ്പെടുത്തുകയും കൂടെ നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പം അതിൻ്റെ പിക്ചറും ഞാനിവിടെ ഡിസ്പ്ലേ ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇതിൽ നിങ്ങൾ വിചാരിക്കും ഫംഗൽ ഡിസീസസിൻ്റെ പിക്ചർ കൊടുത്തിട്ടില്ലല്ലോ എന്ന്. അതിൻ്റെ പിക്ചർ സ്കൂളിൽ നിന്ന് ടീച്ചർ അയച്ചു തരാമെന്നാണ് പറഞ്ഞത്. പക്ഷേ അയച്ച് തന്നിട്ടില്ലാത്തതുകൊണ്ട് ഞാൻ വരച്ചിട്ടില്ല. അതുകൊണ്ടാണ് ഞാനത് ഇവിടെ കൊടുത്തിട്ടില്ലാത്തത്. പിന്നെ എഴുത്തും വരെയൊക്കെ കഴിഞ്ഞതിന് ശേഷം നമ്മുടെ റെക്കോർഡ് മൊത്തത്തിലൊന്ന് കാണാം. അപ്പോൾ നമ്മുടെ റെക്കോർഡ് ഫസ്റ്റിൽ തന്നെ വരുന്നുള്ളത് ഇങ്ങനെയാണ്. ഫസ്റ്റ് നമ്മൾ സ്കാമസ് എപ്പിത്തീലിയം ആണ് വരയ്ക്ക് എഴുതുകയും ചെയ്തത്. പിന്നെ അതിൻ്റെ ഒബ്സർവേഷനും കാര്യങ്ങളും എഴുതിയിട്ടുണ്ടായിരുന്നു. പിന്നെ അതിനുശേഷം നമ്മൾ ഹ്യൂമൻ ബ്ലഡും അതിൻ്റെ ആ ഒരു സൈഡിൽ വരുന്ന ആ ഒരു ഒബ്സർവേഷൻ ടേബിളും ആണ് കൊടുത്തിട്ടുള്ളത്. പിന്നെ അത് കഴിഞ്ഞിട്ട് നമുക്ക് ടെസ്റ്റ് ഫോർ ഗ്ലൂക്കോസ് ഉണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ റിസൾട്ടും അതിൻ്റെ ഒബ്സർവേഷൻ ടേബിളും പിന്നെ ടെസ്റ്റ് ഫോർ സ്റ്റാർച്ച് അതിൻ്റെ ആ ഒരു എക്സ്പെരിമെൻറ്റിൻ്റെ സംഭവങ്ങളും അതിൻ്റെ ബോക്സും പിന്നെ നമുക്ക് ടെസ്റ്റ് ഫോർ പ്രോട്ടീൻ ആയിരുന്നു ഉണ്ടായിരുന്നത്. അപ്പോൾ അതിൻ്റെ ആ ഒരു എക്സ്പെരിമെൻറ്റ് മെറ്റീരിയൽസ് ആ സംഭവങ്ങളും പിന്നെ അതിൻ്റെ ബോക്സും പിന്നെ അതിനുശേഷം നമ്മൾ കോമൺ ഹ്യൂമൻ ഡിസീസസിൽ ഫസ്റ്റ് ഡിസീസ് അസ്കാരിയാസിസ്, പിന്നെ അമീബിയാസിസ്, പിന്നെ മലേറിയ, ലാസ്റ്റ് പിന്നെ നമുക്ക് ഫംഗൽ ഡിസീസ് എന്ന് പറഞ്ഞിട്ടൊരു സെക്ഷൻ ഉണ്ടായിരുന്നു. അവിടെ പടം വരച്ചിട്ടില്ല. അതിനുശേഷം പിന്നെ നമ്മൾ എഴുതിയിട്ടുണ്ടായിരുന്നത് നമ്മുടെ ഹോമലോഗസ് ഓർഗൻസും അനലോഗസ് ഓർഗൻസും ആയിരുന്നു. അപ്പോൾ അതിൻ്റെ ആ ഒരു പടങ്ങളും കാര്യങ്ങളും എല്ലാം ആയപ്പോഴത്തേക്കും നമ്മുടെ റെക്കോർഡ് കംപ്ലീറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഉറപ്പായിട്ട് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് വരുന്നവരെ എല്ലാവർക്കും ഓക്കെ ബൈ.